അവിടെ ഇടയ്ക്കൊരു വർഗീയ കലാപം ഉണ്ടായി, ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി. കേരളത്തിലേക്ക് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഒരു സ്കൂളുകൾക്ക് മര്യാദയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? ആ സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? കേരളത്തിലെ 10 വർഷമായിട്ട് ഒരു വർഗീയ കലവും ഇല്ലാതെ, ഒരു വർഗീയ പ്രശ്നങ്ങളും ഇല്ലാത്ത, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയ സർക്കാരാണ് ഇത് ഇടതുപക്ഷ സർക്കാർ. ആ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരൊരു ഇലക്ഷനെ നേരിടുന്ന സമയത്ത് അവർ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ വികസന നേട്ടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്ത് ഈ പറഞ്ഞ വർഗീയ കലാപമില്ലാതെ, വർഗീയ പ്രശ്നങ്ങളില്ലാതെ, ചേരിതിരിവുകളില്ലാതെ കേരളത്തിലെ എല്ലാ ജാതി മത സംവിധാനങ്ങൾക്കും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ സമയത്ത്. കാര്യം എന്താണ്? ഇടതുപക്ഷ സമയത്ത് കൂടുതൽ ജാതി കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സംവിധാനം വേണം, ഞങ്ങൾക്ക് ഇത്ര സ്കൂളുകൾ വേണം, ഞങ്ങൾക്ക് ഇത്ര ഹോസ്പിറ്റലുകൾ വേണം, അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ മതത്തിന് ഇത്ര സംവിധാനം വേണം എന്നൊന്നും പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ അടുത്തേക്കൊന്നും ആരും പോകുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടോ? വളരെ കുറവാണ്. ജാതിയുടെ പേര് പറഞ്ഞ് പിണറായിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ ആൾക്കാരുടെ എണ്ണം വളരെ വിരലിലെണ്ണാവുന്നുണ്ട്. എൻ്റെ ദിവസം ഒന്നും ഓർമ്മ വരുന്നില്ല, ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിരലിലെണ്ണാവെന്ന് പറഞ്ഞത്. കാരണം ആരും അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താണ്? പിണറായിനെ എപ്പോഴും ഒരു മതേതര നേതാവായിട്ടാണ് എന്നും കണ്ടിട്ടുള്ളത്. ആ മതേതര നേതാവിൻ്റെ അടുത്ത് എന്നിട്ട് ഇത് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റേ സംവിധാനത്തിൻ്റെ ഭാഗം എന്താണ്? പല നേതാക്കന്മാരും മതേതര ഭാഗത്തിൽ നേതാക്കന്മാരായിട്ടും മന്ത്രിമാരായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് എൻ്റെ ആളാട്ടോ അവിടെ ഇരിക്കുന്നത്, ഞങ്ങളുടെ മതക്കാരനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടാവും.